ഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അതിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിൽ ഒരു തഫ്സീറാണ് അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കണം. ചിലരെ ധാരണ 3 അനക്കം തുടർച്ചയായി പറ്റൂല എന്നാണ്. അതുകൊണ്ട് ഒരനക്കം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ട് പിന്നെ അനങ്ങിയാ തുടർച്ചയാവൂല എന്ന് തെറ്റിദ്ധരിച്ച കുറെ ആളുകളുണ്ട്. ആ തെറ്റിദ്ധാരണ തിരുത്തേണ്ടതാണ്. പണ്ഡിതന്മാർ ഒരു അനക്കത്തിന്റെയും മറ്റൊരനക്കത്തിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ചില പണ്ഡിതന്മാര് പറഞ്ഞു അത് തുടർച്ചയല്ല എന്ന് പറയണമെങ്കിൽ ഒരു ഫാത്തിഹയുടെ അത്രയും ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞു. ഫതുഹുൽ മുഈനിൽ പറഞ്ഞു അത്രന്ന് കൃത്യമായി പറയണ്ട, ഒരു ഉർഫിൽ എന്ന് പറഞ്ഞു. എന്നാലും ഏകദേശം അത്ര വേണമെന്നായി. അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ അല്ലാഹുവിനോടുള്ള സംഭാഷണം നടത്തുമ്പോ നിസ്കാരത്തിന്റെ ചലനമല്ലാത്ത ചലനങ്ങൾ സംഭവിക്കാതെ വളരെ അച്ചടക്കത്തോടെ നിസ്കാരം നിർവഹിക്കണം. അല്ലാഹു അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കണം. അപ്പോ ഭക്തി കിട്ടാൻ ഒന്നുകൂടി കാരണമാണ്. ഖുനൂത്ത് ഓതുന്ന സമയത്ത് കൈ ഇങ്ങനെയാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ആ കൈയിലേക്ക് നോക്കിയാൽ മതി. അല്ല 2 കൈ വിടർത്തിയാണ് പിടിക്കുന്നതെങ്കിൽ സുജൂദിന്റെ സ്ഥാനത്ത് തന്നെ നോക്കാം, വേറെ സ്ഥലത്ത് നോക്കാൻ പാടില്ല. അതേപോലെ അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഹംസ മൊഴിയുമ്പോ ഈ വിരല് മെല്ലെ ഒന്ന് പൊക്കല് സുന്നത്ത്. അതിങ്ങനെ നേരെ കുത്തനെ പതാക ഉയർത്താനൊന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ പൊക്കണ്ട, കുറച്ച് താഴോട്ട് ചെരിച്ചു പൊക്കിയാൽ മതി. പിന്നെ ആ വിരലിലേക്കാണ് നോക്കേണ്ടത്. നിസ്കാരത്തിൽ വേറെ സ്ഥലങ്ങളിൽ നോക്കാതിരിക്കാൻ ശ്രമിക്കണം. നിസ്കരിക്കുമ്പോൾ വരയും കുറിയും ഭംഗിയും ഉള്ള ശ്രദ്ധ മാറുന്ന വിരിപ്പുകൾ ഒഴിവാക്കണം. അത്തരം ഷർട്ടുകൾ ഒഴിവാക്കണം. ഇതൊക്കെ സുന്നത്താണ്. എന്തിനാണ് ഈ സുന്നത്ത്? ശ്രദ്ധ മാറാതിരിക്കാനാണ്. നിസ്കാരം വളരെ അച്ചടക്കത്തോടെ നിർവഹിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേക്കിൽ നിന്ന് അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ തീവ്രവാദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കളഞ്ഞു. സുഹൃത്തുക്കളെ, അദ്ദേഹം അവസാനം പിടിയിലായി. മുസ്ലിമല്ല എന്റെ പ്രതിപക്ഷത്തുണ്ടായതെന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് സമാധാനിച്ചു. കാരണം പടച്ചവന്റെ കോടതിയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം അംഗീകരിച്ചവൻ എന്റെ പ്രതിപക്ഷത്തുണ്ടാകൂലല്ലോ. ആ അബൂ ലുഅ്ലുഅത്തിന്റെ കുത്തുകിട്ടി വീണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പകരം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചു. അല്പം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തെക്കുറിച്ച് അന്വേഷിച്ചു. അവരുടെ മനസ്സിലുള്ള ഗൗരവമാണ് ചിന്തിക്കേണ്ടത്. നിസ്കാരത്തിന് എത്ര ഗൗരവം കാണിക്കുന്നു അവർ. ആ നിസ്കാരം പൂർത്തീകരിച്ച വിവരം പറഞ്ഞു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം കുടിക്കാൻ വേണ്ടി അല്പം പാല് കൊണ്ട് കൊടുത്തു. ആമാശയത്തിന് സംഭവിച്ച മുറിയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് പാലൊഴിഞ്ഞുപോയി. ഇനി ഇവിടെ കൂടുതൽ ജീവിക്കില്ലെന്നുറപ്പ് വന്നുപോയി. ആ സമയത്ത് മഹാനവറുകൾ കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ, ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ചോദിക്കും, ഇതാ എന്നിൽ വല്ല മുനാഫിഖിന്റെ ലക്ഷണവുമുണ്ടോ? എന്നെ സംബന്ധിച്ച് ഹബീബ് നബി തങ്ങൾ നിങ്ങളോട് വല്ല രഹസ്യവും പറഞ്ഞിട്ടുണ്ടോ? കാരണം എനിക്ക് നിഫാഖുണ്ടാകുമോ?
എനിക്ക് ഈമാൻ തെറ്റിപ്പോകുമോ എന്ന പേടിയിലാണ്. അതേ, സഹാബികളിൽ പലരും അങ്ങനെയാണ്. യഖാഫൂനൻ നിഫാഖ്, ഈമാൻ തെറ്റിപ്പോകുന്ന പേടിയാണ്. ലാ യഖാഫുഹു ഇല്ലാ മുഅ്മിനുൻ വലാ യഅ്മനുഹു ഇല്ലാ മുനാഫിഖുൻ. എനിക്ക് ഈമാൻ എന്നൊരു കേടും വരൂല എന്ന് വിചാരിക്കൽ പലപ്പോഴും നിഫാഖിന്റെ ലക്ഷണമാണ്. എന്റെ ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് പേടിക്കൽ ഈമാനിന്റെ ലക്ഷണമാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ തന്നെ അത് ഉദ്ധരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാരത്രിക ലോകം ഭയപ്പെട്ട് കരയുകയാണ്. അങ്ങനെ കരയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്ന് സമാധാനിപ്പിക്കുന്നു. അതേ, നിങ്ങൾ കരയണ്ട അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഇസ്ലാമിലേക്ക് ആദ്യ സമയത്ത് തന്നെ കടന്നു വന്ന ആളല്ലേ. ലിഖിദമിൻ ഫിൽ ഇസ്ലാം 40-41 മെമ്പറല്ലേ, നിങ്ങൾ കരയണ്ട. പിന്നെ പറഞ്ഞത് എന്താ? വഖദ് സഹിബ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാറഖക വഹുവ അൻകറാദ്. രണ്ടാമതായി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾ പേടിക്കണ്ട, സമാധാനിച്ചോളൂ, റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടിയിട്ടുണ്ടല്ലോ. വസഹിബ്ത ബഅദഹുൽ ഖലീഫത്ത് സിദ്ദീഖ്, ശേഷം ഔലിയാക്കളെ നേതാവായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കൂടെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടല്ലോ. അവിടുന്നും വിട്ടുപിരിയുമ്പോ നിങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പൊരുത്തം കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ലോകത്തുള്ള മറ്റ് ജനങ്ങളുമായി സഹവസിച്ച് ജീവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നുവെങ്കിൽ എല്ലാ മുഅ്മിനീകളുടെ പൊരുത്തവും നിങ്ങൾക്കുണ്ടല്ലോ. ആകയാൽ സുഹൃത്തുക്കളെ, ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ നിസ്കാരം മുറക്കെ നിർവഹിച്ച് ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണം 2 തോട്ടമായതിനാൽ ആ തോട്ടം സംഭാവന കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് പാതിരക്കെഴുന്നേറ്റ് എന്തായാലും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുമെന്ന ഉറപ്പ് മനസ്സിലുള്ളതിനാൽ വിത്ർ നിസ്കാരം ലാസ്റ്റേക്ക് വെക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് സ്വന്തത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത് പരസ്യമായി ഒരു കറാഹത്ത് ചെയ്യാൻ അനുവദിക്കാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് മഹാനവറുകൾക്ക് ആഖിറത്തിലേക്ക് രക്ഷക്കുള്ള വഴിയായി ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാമിൽ വളരെ നേരത്തെ വന്നിട്ടുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടിയിട്ടുണ്ടല്ലോ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പൊരുത്തം കിട്ടിയിട്ടുണ്ടല്ലോ, സഹാബത്തിന്റെ പൊരുത്തം കിട്ടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ വരുമ്പോൾ ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും രക്ഷക്കുള്ള വഴി അത് നബി തങ്ങളുടെ പൊരുത്തമല്ലയോ, മഹാന്മാരെ പൊരുത്തമല്ലയോ, സാലിഹീങ്ങളുടെ ആലിമീങ്ങളുടെ മുതഅല്ലിമീങ്ങളുടെ സയ്യിദന്മാരുടെ അഹ്ലു ബൈത്തിന്റെ ഉസ്താദുമാരെ പൊരുത്തമല്ലയോ. ആ പൊരുത്തം സമ്പാദിക്കണം.